എന്തോ എവിടെയോ ഒരു തകരാറ്. ഇത് കാണുന്ന ചിലർ ചിന്തിക്കും, ബ്രോ പേടിയില്ലേ, ബഷീർ കേസ് കൊടുത്താലോ? എന്തിനാണ് ബഷീറുടെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനൊരു കോണ്ടന്റ്? ഒരു കാര്യം പറയട്ടെ, ബഷീറും സുഹാനയും പിരിഞ്ഞു എന്ന് ഞാൻ വാർത്ത കൊടുത്തിട്ടില്ല. ബഷീർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞത് അതുലു കൈസൊക്കെ. അതുലിൻ്റെ തമ്മിൽ എന്താണ്? ബഷീർ സ്വന്തം ഭാര്യയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നുമില്ല, അങ്ങനെയൊന്നും തമ്മിൽ എഴുതിയിട്ടുമില്ല. അതായത് നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് ബഷീർക്കും അറിയും. പിന്നെ എന്തിനാണ് ബഷീർ കേസ് കൊടുത്തത്? ബഷീറും സുഹാന ബഷീറും പിരിഞ്ഞു എന്ന കള്ളവാർത്ത കൊടുത്തത് കൊണ്ടാണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എത്ര പേരാണ് ബഷീർ റിലേറ്റഡായി കോണ്ടന്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും ബഷീർ എന്തെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതായത് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നതിന് പ്രശ്നമില്ല. നേരെ മറിച്ച് ഷുഹാനയും ബഷീറും പിരിഞ്ഞു എന്ന് അതിൽ കൊടുക്കുന്നത് പോലെ വാർത്ത കൊടുത്താലാണ് പ്രശ്നം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്നലെ മഷു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഷുഹാനയോടാണ് ആ തെറ്റ് ചെയ്തത്. അതെൻ്റെ കണ്ണിൽ പെട്ടു, അത് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, മഷു വലിയൊരു ചതി നടത്തിയിട്ടുണ്ട്. അത് എന്താണെന്നല്ലേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം, ഒന്നൊന്നായിട്ട് റിയാക്ഷൻ വീഡിയോ തുടങ്ങാം. ഓക്കെ. Hey guys, assalamu alaikum. Welcome back to my channel. Good morning to you all. അല്ല മഷൂറ, ഒരു ചെറിയൊരു തെറ്റുണ്ട്. ഗുഡ് മോർണിംഗ് അല്ലല്ലോ. മഷു ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇന്നലെ രാത്രിയാണ്. രാത്രി 9 മണിയാകുമ്പോഴാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഗുഡ് നൈറ്റ് അല്ലേ? അത് ജസ്റ്റ് ശ്രദ്ധിക്കണ്ടേ? പ്രശ്നമില്ല. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. മാസത്തേക്ക് ടുഡേ ഈസ് ഒക്ടോബർ 10, നവംബർ 10 വരെ നമ്മൾ ഡെയിലി 30 days നമ്മൾ കോണ്ടന്റ് ഇടും. ഹോ, സമാധാനം ബഷീർ, ബിഗ് സല്യൂട്ട്, താങ്ക് യു. ഓക്കെ, അതായത് ഒരു കാര്യം ഞാൻ പറയുകയാണ്. മഷു പറയുന്നു ഒക്ടോബർ 10 മുതൽ ഇനി അടുത്ത മാസം 10 വരെ ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നാണ് മഷൂറ പറയുന്നത്. എന്താ അല്ലേ, പ്രേക്ഷകരൊക്കെ ആഘോഷമാണ്. എന്തുമാത്രം ആഘോഷം! കമൻറ്റ് ബോക്സിൽ എല്ലാവരും അതായത് ഒരു ഐസ്ക്രീം കിട്ടിയ നമ്മൾ വിശന്നിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടുമ്പോൾ എന്തുമാത്രം നമുക്ക് സുഖമുണ്ടാവും. അതുപോലെയാണ് ഇനി ഒരു മാസം മഷുവിനെ കാണാമല്ലോ. ഒരു മാസം ബഷീറുടെ ഫാമിലിയെ നമുക്ക് ലൈവായി കാണാമല്ലോ. അതായത് മഷൂറ പറഞ്ഞത് ഇനി 30 ദിവസം വ്ളോഗ് ഇടുമെന്നാണ്. അതാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത ഒരു മഹത്തായ കാര്യമാണ് മഷു ഇന്നലെ പ്രഖ്യാപിക്കുന്നത്. എത്ര പേർക്കാണ് ഹാപ്പി ആയത്? നാളെ മുതൽ മഷുവിനെ കാണാം. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. രണ്ടുപേരും ഇടും. ദ വൺ ഹു ഫെയിൽഡ് ഈസ് ഫെയിൽഡ്. അപ്പോൾ അത് ഫെയിൽഡാണ്. പക്ഷെ നമുക്ക് തോറ്റ് കൊടുത്തിട്ട് അങ്ങനെ ശീലമില്ല. ഭയങ്കര വാശിയുള്ള ആൾക്കാരാണ് രണ്ടുപേരും. മഷൂറ പറയുന്നത് നമുക്ക് തോറ്റു കൊടുത്തിട്ട് ഒരു കളിയുമില്ല എന്ന്. എന്തിനാണ് തോറ്റു കൊടുക്കുന്നത്? വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ. മഷൂറ പറഞ്ഞല്ലോ 30 ദിവസം 30 വിഷയം 30 കോണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ബഷീർക്ക് ഒരു ഡൗട്ട്, ഇത്രയധികം തിരക്കിലുള്ള ഞാൻ എങ്ങനെയാണ് എല്ലാ ദിവസവും വ്ളോഗ് ഇടുന്നത്? അപ്പോൾ മഷൂറ പറയുകയാണ് തോറ്റു കൊടുക്കില്ല, ഞങ്ങൾ എന്തായാലും വ്ളോഗ് ഇടും, അത് ഉറപ്പാണ്. കാണാം. പ്രേക്ഷകരായ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞാനടക്കം പ്രത്യേകിച്ചിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, കേട്ടു നോക്കാം. ഒരു ദിവസം 2 കോണ്ടന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാട്ടോ. അല്ല, ഇപ്പൊ ഞാൻ ഒരു ദിവസം എടുത്തില്ലെന്ന് വെച്ചോ, അപ്പൊ 2 എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ആവും. ഡെയിലി ഒരു കോണ്ടന്റ് നീ പറഞ്ഞ 30 ദിവസം 30 വീഡിയോ അങ്ങനെയല്ല ഉദ്ദേശം. ആ 30 ദിവസം ഞാൻ 30 വീഡിയോ ആക്കും. അത്ര ഡെയിലി കയറി പോയിരിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പൊന്നുമക്കളെ, വാക്ക് പാലിക്കുകയാണ് ബഷീർ പറയുകയാണ് മഷു എല്ലാ ദിവസവും വ്ളോഗ് ഇടുമെന്ന് പറഞ്ഞാൽ ഇടും. ഒരു ദിവസം ഞങ്ങൾ 2 വീഡിയോ ചെയ്ത് പിറ്റേ ദിവസം അത് അപ്ലോഡ് ചെയ്യും. ഞങ്ങൾക്ക് കുറേ ബിസിനസ് തിരക്കുള്ളത് കൊണ്ട് ഒരു പക്ഷേ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ദിവസം 2 വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ ഓരോന്നോരോന്നായി അയക്കണേ. എത്ര പേരാണ് വെയിറ്റിംഗ് അല്ലേ? മഷു എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു ആഘോഷം.
ഇന്ത്യയിലല്ല കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. അതായത് ഈ ഒരു ആഘോഷം കണ്ടിട്ട് അല്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് മഷൂറ സുഹാനയോട് ചെയ്ത ആ ഒരു ചതി അറിയണ്ടേ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടി തുടങ്ങണം. നീ എല്ലാം കഴിച്ചിട്ടാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റൂല, മണ്ടത്തറ കാണിക്കണമൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം അത് കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നിനക്ക് വയറ് ഫില്ലായെന്ന് തോന്നിയാൽ ഇത് പിന്നെ കഴിക്കാമല്ലോ. ഇത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പിന്നത്തേക്ക് വെക്കാൻ പറ്റൂലല്ലേ. മഷൂറ വളരെ വളരെ തെറ്റായിപ്പോയി. ഭക്ഷണം നീ കഴിക്കണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. കമൻറ്റ് ബോക്സിൽ ചിലർ അത് മഷൂറ നല്ലതിനല്ലേ പറഞ്ഞത്, ഞാൻ എന്തിന് ഇങ്ങനെ ആക്കുന്നു. എന്നാലും സുഹാനക്ക ഒരു ബർഗർ കഴിക്കാൻ നല്ല ഒരു ഇതുണ്ട്. അതായത് നമുക്കൊരു സാധനം കണ്ടാൽ കഴിക്കണമെന്ന് തോന്നൂലേ. സുഹാനക്ക് പേഴ്സണൽ അത് കഴിക്കണം. പക്ഷേ മഷൂറ പറഞ്ഞു ഇനിയിപ്പോൾ കഴിച്ചാൽ പ്രശ്നമാവും, ക്യാമറ ഉണ്ട്, നാളെ വാർത്ത വരും മഷൂറക്ക് സുഹാന റെസ്പെക്റ്റ് കൊടുത്തില്ല. അപ്പോൾ കഴിക്കണമെന്നുണ്ട്, പക്ഷെ എന്ത്, വാർഡർ കിട്ടിയല്ലോ, മഷൂറ പറഞ്ഞല്ലോ കഴിക്കണ്ടെന്ന്. അത് തെറ്റാണ്. മഷൂർ ഒരു കാര്യം പറയും, ഞാൻ പറഞ്ഞത് സുഹാനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റൂല, പ്ലേറ്റിൽ കൊണ്ടുവന്ന സാധനം കഴിച്ച് തീരൂല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. മഷൂറ, സുഹാന തടിയില്ലേ, അത്യാവശ്യം കഴിക്കാൻ പറ്റും. പക്ഷെ ആ ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല കേട്ടോ, ഒരു കാര്യം പറയുകയാണ്, അത് ഞാൻ തമാശ പറഞ്ഞതാണ്. അവർ പരസ്പരം സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഒരു തെറ്റും കൂടി. ഈ പ്ലേറ്റ് നിങ്ങൾ കണ്ടോ, മഷൂറയുടെ പ്ലേറ്റ്. എന്നാൽ ഈ പ്ലേറ്റും കൂടി, ഇത് ഷഹാനയുടെ പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റിനും എന്തോ ഒരു വ്യത്യാസം ഇല്ലേ? അപ്പോൾ പ്രേക്ഷകർ എന്തോ ഒരു വ്യത്യാസം തോന്നുന്നല്ല, എന്താണ്? ആ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലേറ്റ് ഉണ്ട്, ഏതിൽ എങ്ങനെ കഴിക്കണമെന്ന് അവരുടെ ഇഷ്ടം, അതിന് നമുക്ക് പറയേണ്ട അവകാശമുണ്ടോ? ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ചെയ്യുന്നു. ഓക്കെ, ബൈ.